ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പച്ചരി തലേന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നാസ്തക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം തലേന്ന് രാത്രിക്ക് തന്നെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ പിന്നെ വേണ്ടത് തേങ്ങയാണ്. അരമുറി തേങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയാണ് വേണ്ടത്. പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഉള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് പെരുംജീരകമാണ്. നെയ്പ്പത്തൽ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ കറി പോലും വേണ്ട കഴിക്കാൻ. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പം എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം അരച്ചു കൊടുക്കണം. ഇനി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. തേങ്ങയും പച്ചരിയും കൂടി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം എടുത്താൽ മതി. ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പത്തിരിൻ്റെ പൊടിയാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ പത്തിരിപ്പൊടി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അരി പൊടിച്ചിട്ട് എടുത്താലും മതി. ഇതുപോലെ തന്നെ പുട്ടുപൊടിയിലും ചെയ്തെടുത്തിട്ട് കണ്ടിന് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ പുട്ടുപൊടിയിൽ നമ്മളിപ്പോൾ അരിപ്പൊടി അടിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിന് കഴിക്കാൻ വേണ്ടി ചൂടോടെ ഇതുപോലെ കൈയോട് നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എത്ര പത്തിരിൻ്റെ പൊടി വേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാവും കുഴച്ചെടുക്കുമ്പം തന്നെ. നമ്മൾ തട്ട് കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും വാങ്ങുന്ന നെയ്പ്പത്തൽ അത്ര ടേസ്റ്റി ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ബീഫ് കറിയും മീൻ കറിയിലുണ്ടായ അടിപൊളിയാണ്. ഇത് കറി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ചായക്ക് വെറുതെ കഴിക്കാം. കുഴച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാഴയുടെ ഇലയാണ്. ഇനി വാഴയില ഇല്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്താലും മതി. അതിലേക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് പരത്തി കൊടുത്താൽ മതി. കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തണം, നന്നായി നേരിയതാവാൻ പാടില്ല. ആ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കൈയോടെ പരത്തി എടുത്തിട്ടുണ്ട്. അത് കൈയോടെ ഡിസൈനിലാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ. അത് പരത്തുമ്പോഴേക്ക് ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ പരത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് ഇട്ടതിന് ശേഷം എവിടേക്ക് നീങ്ങാനൊന്നും പറ്റൂല. ഇത് ഒരു കണ്ണിലേക്ക് ഇടുമ്പോൾ തന്നെ അടുത്തത് അവിടെ റെഡിയാക്കി വെക്കണം. ഇവിടെ ഇപ്പോൾ ഉമ്മയാണ് നെയ്പ്പത്തൽ ചുടുന്നത്. അപ്പം മുട്ടയപ്പം, കണ്ണൂർ സ്പെഷ്യൽ മുട്ടയപ്പം നെയ്പ്പത്തൽ അതൊന്നും എനിക്ക് റെഡിയാവില്ല. എനിക്ക് എത്ര ശ്രമിച്ചാലും നേരെയാവില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ അവസ്ഥ. ആദ്യമൊക്കെ എനിക്ക് നെയ്പ്പത്തലെന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല. ഞാൻ ചെറുതിലുണ്ടാകുമ്പോൾ ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വലുപ്പത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിട്ട. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിട്ട. അതിൻ്റെ ടേസ്റ്റ് എന്താ നോക്കാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പം പിന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉമ്മ അട ഉണ്ടാക്കി വെച്ചപ്പോൾ വെറുതെ ചൂടോടെ ഞാൻ കഴിച്ചു നോക്കി. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. അടിപൊളിയാണ്. ഇത്രയും നാളും കഴിക്കാത്തത് എനിക്ക് നഷ്ടം തന്നെയാണ് പിന്നെ മനസ്സിലായത്. ചൂടോടെ കഴിക്കാൻ നമുക്ക് കറിയൊന്നും വേണ്ട, നമുക്ക് ചായയുടെ കൂടെ അങ്ങ് കഴിക്കാം. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കാക്കാം, ഡിന്നറിന് പകരം ഇതാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരം മക്കൾ സ്കൂളെല്ലാം വിട്ട് വരുമ്പം വിശന്നിട്ടാണ് വരൽ. അപ്പോൾ അവർ ബിസ്ക്കറ്റ് വന്നപാട് ബിസ്ക്കറ്റ് കഴിക്കുന്നതിനെക്കാട്ടും ഇതാക്കി കൊടുത്താൽ അവരെ വിശപ്പും മാറും, നല്ല ഹെൽത്തി ആഹാരമായി. വീട്ടിൽ പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടുപൊടിയിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പുട്ടുപൊടിയിലും ആക്കലുണ്ട് ഇത്. അപ്പം എന്തായാലും വീട്ടിൽ പുട്ടിന് വേണ്ടിയിട്ട് പാക്കറ്റ് വാങ്ങലുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് കറിയില്ലാണ്ട് ചായയുടെ കൂടെ വെറുങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. മക്കൾക്കൊന്നും അങ്ങനെയല്ല. മക്കൾക്ക് അവർക്കെല്ലാം കറി വേണം. മീൻ കറി ആയാലും അവർക്ക് ഇതിൻ്റെ കൂടെ വേണം. എൻ്റെ ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബായ്.